ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. പെരിഞ്ഞനം ബീച്ചിൽ കടലേറ്റം രൂക്ഷം. വെള്ളവും മണ്ണും അടിച്ചുകയറി മത്സ്യബന്ധന വല നശിച്ചു. കുന്നംകുളം കേച്ചേരി പറപ്പൂക്കാവ് പൂരം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന പാപ്പാന്മാർ തമ്മിൽ സംഘർഷത്തിൽ ഒരു പാപ്പാന് ഗുരുതരമായി പരിക്കേറ്റു. നിർമ്മാണം പൂർത്തിയാകും മുമ്പേ വടക്കാഞ്ചേരി മണ്ണൂത്തി 6 വരിപ്പാതയിൽ വീണ്ടും ടോൾ നിരക്ക് ഉയർത്തുന്നു. തിങ്കളാഴ്ച മുതലാണ് പുതിയ നിരക്കുകൾ നിലവിൽ വരുന്നത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. പെരിഞ്ഞനം ബീച്ചിൽ കടലേറ്റം രൂക്ഷം. ഇന്ന് ഉച്ച മുതലാണ് കടലേറ്റം ആരംഭിച്ചത്. വെള്ളവും മണ്ണും അടിച്ചുകയറി മത്സ്യബന്ധന വല നശിച്ചു. പെരിഞ്ഞനം സമിതി ബീച്ച്, കയ്പമംഗലം, വഞ്ചിപ്പുര തുടങ്ങിയ ഭാഗങ്ങളിലാണ് കടലേറ്റമുള്ളത്. വലിയ തിരകൾ ശക്തമായി കരയിലേക്ക് അടിച്ചു കയറുന്നുണ്ട്. പെരിഞ്ഞനം സമിതി ബീച്ചിൽ കടൽ ഭിത്തിയും കടന്ന് കടൽ വെള്ളം കരയിലേക്ക് കയറുന്നുണ്ട്. വെള്ളവും മണ്ണും അടിച്ചു കയറി വരാഹം ഗ്രൂപ്പിന്റെ മത്സ്യബന്ധന വല നശിച്ചു. വള്ളവും മറ്റു മത്സ്യബന്ധന ഉപകരണങ്ങളും നാട്ടുകാരെല്ലാം കൂടി നീക്കിയതിനാൽ വൻ നാശനഷ്ടം ഒഴിവായി. രാവിലെ കമ്പനിക്കടവ് ഭാഗത്ത് കടൽ ചുഴിയും ഉണ്ടായിരുന്നതായി മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു. 1 മണിക്ക് മുന്നായിട്ട് വെള്ളക്കയറ്റത്തിന്റെ ആരംഭം തുടങ്ങി. പിന്നെ ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. ആളുകളൊക്കെ പണിയില്ലാത്തവരൊക്കെ കിഴക്കായിരുന്നു. അപ്പോൾ ഇവിടെ 2-3 ആളുണ്ടായിരുന്നു. അവർ അതിനാളുള്ളത് വിളിച്ചു കൂട്ടി ഫോണിൽ വിളിച്ചു വരുത്തി അങ്ങനെയാണ് എല്ലാവർക്കും കയറ്റൊക്കെ തുടങ്ങിയത്. അവർ മണ്ണൊക്കെ വെച്ച് പച്ചികളങ്ങനെ കൂട്ടിയിടി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നേരത്തെ തകർന്നു പോകണ്ടായിരുന്നു. ആളുകളൊക്കെ മണ്ണ് വെച്ചിട്ട് വലിച്ചു പറിച്ചെടുത്താണ്. മണ്ണ് കയറിയില്ല, അതൊക്കെ രണ്ടാമതുണ്ടാക്കണം. അതൊക്കെ മണ്ണ് വെച്ചിട്ട് നശിച്ചു പോയി. ആളുടെ ഒരു കൂട്ടായ്മയാണ് ഈ മുതലൊക്കെ കയറി കിട്ടിയത്. എത്ര വഞ്ചി ഉണ്ട് ഏകദേശം ഇവിടെ? ഉണ്ടല്ലേ. ഇവിടെ നിന്ന് ഇറങ്ങണ വഞ്ചി തന്നെയാണല്ലേ സമിതി ബീച്ച്? കയ്പമംഗലം കമ്പനിക്കടവ് ബീച്ചിൽ കടലാമകൾ വ്യാപകമായി ചത്തടിയുന്നു. വംശനാശ ഭീഷണി നേരിടുന്ന ഈ ഉരകവർഗജീവിക്ക് മനുഷ്യരുടെ ഇടപെടലുകളും കാലാവസ്ഥാ വ്യതിയാനവുമാണ് വിനയാകുന്നത്. ബോട്ടുകളുടെയും വള്ളങ്ങളുടെയും മറ്റും യന്ത്രഭാഗങ്ങൾ തട്ടി പരിക്കേൽക്കുന്ന കടലാമകൾ ദിവസങ്ങൾക്കകം ചത്ത് കരക്കടിയുകയാണ്. ഇക്കഴിഞ്ഞ 2 മാസത്തിനിടെ 10ഓളം കടലാമകളാണ് ഇവിടെ ചത്ത് കരക്കടിഞ്ഞത്. നവംബർ മുതൽ ഫെബ്രുവരി, മാർച്ച് വരെ ഇവയുടെ പ്രജനന കാലമാണ്. മുട്ടയിടാനായി മാത്രം കരയിലേക്ക് വരുന്ന ജീവിയാണ് കടലാമ. ഇതിനായി രാത്രികാലങ്ങളിൽ സുരക്ഷിതമായ ഇടം തേടി കരയോട് ചേർന്ന് സഞ്ചരിക്കുന്ന കടലാമകൾ അപകടത്തിൽപ്പെട്ടാണ് പലപ്പോഴും ചാവുന്നത്. ബോട്ടുകളുടെയും വള്ളങ്ങളുടെയും മറ്റും യന്ത്രഭാഗങ്ങൾ തട്ടി പരിക്കേൽക്കുന്ന കടലാമകൾ ദിവസങ്ങൾക്കകം ചത്ത് കരക്കടിയുകയാണ്. കടലിലെ അശാസ്ത്രീയ മീൻപിടുത്തവും പലപ്പോഴും ഇവകൾക്ക് വിനയാകുന്നുണ്ടെന്ന് മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു. തെങ്ങിന്റെ കൊഴിച്ചിലുകളും പ്ലാസ്റ്റിക് വസ്തുക്കളും ടാങ്കീസ് ഉപയോഗിച്ച് ചേർത്ത് കെട്ടി കടലിൽ നിക്ഷേപിച്ച് നടത്തുന്ന കണവപ്പിടുത്തം ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇത് തീരത്തടഞ്ഞ് കടപ്പുറത്ത് പ്ലാസ്റ്റിക് മാലിന്യം കൂടാനും ഇടയാക്കുന്നുണ്ട്. മറ്റു ജീവികളുടെ ആവാസ വ്യവസ്ഥയെ തകർക്കുന്ന ഇത്തരം മീൻപിടുത്തങ്ങൾക്ക് നിരോധനമുണ്ടെങ്കിലും പരിശോധനകളൊന്നും നടക്കാറില്ല. ഒലിവ് റിഡ്ലി എന്ന ഇനത്തിൽപ്പെട്ട കടലാമകളാണ് ഈ മേഖലയിൽ കൂടുതലായും കാണുന്നത്. കരയിൽ സുരക്ഷിത സ്ഥലം കണ്ടെത്തി മുട്ടയിട്ട് മടങ്ങുന്ന കടലാമകളുടെ കുഞ്ഞുങ്ങൾക്ക് പലപ്പോഴും മത്സ്യത്തൊഴിലാളികളും നാട്ടുകാരുമാണ് സംരക്ഷകരാവാറുള്ളത്. 50 ദിവസത്തിലധികം എടുത്താണ് മുട്ടകൾ വിരിയുക. കഴിഞ്ഞ ദിവസം കമ്പനിക്കടവിൽ 100ഓളം കുഞ്ഞുങ്ങളാണ് വിരിഞ്ഞിറങ്ങിയത്. ഇതേ സ്ഥലത്ത് തന്നെയാണ് 2 മാസത്തിനിടെ 10ഓളം കടലാമകൾ ചത്ത് കരക്കടിഞ്ഞതും. മീഡിയ ടൈം, കയ്പമംഗലം. കുന്നംകുളം കേച്ചേരി പറപ്പൂക്കാവ് പൂരം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന പാപ്പാന്മാർ തമ്മിൽ സംഘർഷത്തിൽ ഒരു പാപ്പാന് ഗുരുതരമായി പരിക്കേറ്റു. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. ചിറക്കാട് അയ്യപ്പൻ എന്ന ആനയുടെ പാപ്പാൻ കോട്ടയം സ്വദേശി 34 വയസ്സുള്ള ബിജിക്കാണ് പരിക്കേറ്റത്. പൂരം കഴിഞ്ഞു മടങ്ങുകയായിരുന്ന പാപ്പാന്മാർ തമ്മിൽ വാക്കുതർക്കം ഉണ്ടായതാണ് തുടക്കം. തുടർന്ന് മറ്റൊരാനയുടെ പാപ്പാന്മാർ ചേർന്ന് ബിജിയെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു.
മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ബിജിയെ കേച്ചേരി ആർട്സ് ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ കുന്നംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചു. നിർമ്മാണം പൂർത്തിയാകും മുമ്പേ വടക്കാഞ്ചേരി മണ്ണൂത്തി ആറുവരിപ്പാതയിൽ വീണ്ടും ടോൾ നിരക്ക് ഉയർത്തുന്നു. തിങ്കളാഴ്ച മുതലാണ് പുതിയ നിരക്കുകൾ നിലവിൽ വരുന്നത്. കുതിരാൻ ഇരട്ട തുരങ്കങ്ങളിൽ ഒന്ന് താൽക്കാലികമായി അടച്ച സാഹചര്യത്തിൽ നിരക്കുയർത്തുന്നത് പരസ്യമായ വെല്ലുവിളിയാണെന്നാണ് യാത്രക്കാരുടെ പരാതി. ടോൾ നിരക്ക് ഉയർത്തിയതിൽ യാത്രക്കാരുടെ പ്രതിഷേധവും ശക്തമാണ്. കുതിരാൻ ഇരട്ട തുരങ്കങ്ങളിൽ ഒന്ന് ജനുവരിയിലാണ് അറ്റകുറ്റപ്പണിയുടെ ഭാഗമായി അടച്ചത്. ഒരു തുരങ്കത്തിലൂടെ ഇരുവശത്തേക്കുള്ള വാഹനങ്ങൾ വരിവരിയായി മാത്രം കടന്നുപോകും. പണി പൂർത്തിയാകാതെ ടോൾ പിരിക്കരുതെന്ന പൊതു താൽപ്പര്യ ഹർജി ഹൈക്കോടതി പരിഗണിക്കാൻ ഇരിക്കെയാണ് നിരക്ക് വർധന. പുതിയ നിരക്കുകൾ ഇങ്ങനെ: മിനി ബസ്, ചെറുചരക്ക് വാഹനങ്ങൾ എന്നിവയ്ക്ക് ഒരു ദിശയിലേക്ക് 170 രൂപ കൊടുക്കണം. ചെറുവാഹനങ്ങൾക്ക് ഇരുദിശയിലേക്കടക്കം 160 ആയിരുന്നത് 165 ആക്കി. ആറുവരിപ്പാത നിർമ്മാണം പൂർണ്ണമായിട്ടില്ലെന്ന് ദേശീയപാത അതോറിറ്റി തന്നെ സമ്മതിക്കുമ്പോഴാണ് നിർമ്മാണ കമ്പനിയുടെ ടോൾ പിരിവ്. ഇതിനെതിരെ യാത്രക്കാരും ജനകീയ വേദിയും കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. എന്നാൽ അറ്റകുറ്റപ്പണിയും ടോൾ നിരക്ക് വർധനയും തമ്മിൽ യാതൊരു ബന്ധമില്ല എന്നാണ് ടോൾ പ്ലാസ അധികൃതരുടെ വിശദീകരണം. സ്വാഭാവിക നിരക്ക് വർധന മാത്രമാണിതെന്നും ടോൾ പ്ലാസ അധികൃതർ അറിയിച്ചു. മീഡിയ ടൈം, തൃശൂർ. കുടുംബി സമുദായത്തിൻ്റെ കൊടുങ്ങല്ലൂർ ദേവീക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കുരുമ്പാമ്മ ക്ഷേത്ര സന്നിധിയിൽ പൈതൃകമായി നടത്തിവരാറുള്ള ഗുരുതിക്കുളി നടത്തി. ക്ഷേത്രത്തിലെ സമുദായത്തിൻ്റെ തനത് വഴിപാടായ തണ്ണീരാമൃതം സ്വീകരിച്ച ചടങ്ങുകൾ അവസാനിച്ചു. കുരുമ്പാമ്മ ക്ഷേത്രത്തിൽ രാവിലെ ദീപാരാധനയെ തുടർന്ന് ചേന്തംകുളം പരിസരത്തുള്ള സമുദായ സ്ഥലത്തും താലം പൂജയ്ക്ക് ശേഷം കാവടി വാദ്യമേളങ്ങളോട് ആരംഭിച്ച പട്ടെഴുന്നള്ളിപ്പ് കുരുമ്പാമ്മ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നു. ഗോവയിൽ നിന്ന് കടൽ മാർഗം വഞ്ചിയിൽ പാലായനം ചെയ്ത് കൊടുങ്ങല്ലൂർ അമ്മയിൽ അഭയം നേടിയതിൻ്റെ ഓർമ്മ പുതുക്കൽ എന്നോണം കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിൽ നിന്ന് വഞ്ചിയെ താളമേളത്തോടെ എതിരേറ്റ് കുരുമ്പാമ്മ ക്ഷേത്ര സന്നിധിയിൽ എത്തിക്കുന്നു. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം വഞ്ചിയിൽ ചുണ്ണാമ്പ്, മഞ്ഞൾ എന്നിവ കലക്കി ഗുരുതിക്കുളിക്ക് ശേഷം ക്ഷേത്രത്തിലെ സമുദായത്തിൻ്റെ തനത് വഴിപാടായ തണ്ണീരാമൃതം സ്വീകരിച്ച് ചടങ്ങുകൾ അവസാനിച്ചു. അജിത് കുമാർ കെ, പ്രജിത് VP, ദിലീപ് കുമാർ KM, രവിനാഥ് K, രേഷ്മ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ഗുരുവായൂരിൽ കാൽനടയാത്രക്കാരിയെ ഇടിച്ച് നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച അപകടം. 2 പേർക്ക് പരിക്കേറ്റു. രാവിലെ 9 മണിക്ക് ഇരിങ്ങപ്പുറം തൈക്കാട് പെട്രോൾ പമ്പിന് സമീപത്തായിരുന്നു അപകടം. കാൽനടയാത്രക്കാരി ഇരിങ്ങപ്പുറം സ്വദേശി 48 വയസ്സുള്ള ദീപ, കാർ യാത്രികയായ കോയമ്പത്തൂർ സ്വദേശിനി 63 വയസ്സുള്ള സരസ്വതി എന്നിവർക്കാണ് പരിക്കേറ്റത്. പെട്രോൾ കഴിഞ്ഞതിനെ തുടർന്ന് ദീപയും ഭർത്താവും സ്കൂട്ടർ തള്ളി റോഡരികിലൂടെ നടന്നുവരികയായിരുന്നു. ഇതിനിടെ കാർ ദീപയെ ഇടിച്ച ശേഷം നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റിലിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻഭാഗം ഭാഗികമായി തകർന്നു. അപകടത്തിൽ സരസ്വതിക്ക് തലയ്ക്കും ദീപയുടെ കാലിനുമാണ് പരിക്കേറ്റത്. 2 പേരെയും ഗുരുവായൂർ ആക്സ് ആംബുലൻസ് പ്രവർത്തകർ മുതുവട്ടൂർ രാജാശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ എടുത്തിരിക്കുമെന്ന് NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. ജൂൺ 4-ന് തൃശൂരിൽ ഉയർപ്പാണ് സംഭവിക്കാൻ പോകുന്നതെന്നും തൃശൂർ വഴി കേരളത്തിൻ്റെ ഉയർപ്പ് സംജാതമാകുമെന്നും ഇരിഞ്ഞാലക്കുടയിലെ പൊതുപരിപാടിയിൽ സുരേഷ് ഗോപി പറഞ്ഞു. തൃശൂർ എടുക്കാൻ വേണ്ടി തന്നെയാണ് താൻ വന്നതെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു. തീർച്ചയായിട്ടും തൃശൂർ ലോക്സഭാ മണ്ഡലം ഭാരതീയ ജനതാ പാർട്ടിയെ നിങ്ങൾ ഏൽപ്പിക്കുകയാണെങ്കിൽ എടുത്തിരിക്കും, എടുക്കാൻ തന്നെയാണ് ഇത്തവണ വന്നിട്ടുള്ളത്. പ്രാർത്ഥനയോടെ പറയുന്നു, എടുത്തിരിക്കും. കഴിഞ്ഞ 10-40 വർഷമായിട്ടെങ്കിലും മഹാരഥന്മാർ പല സംഭാവനകളും തൃശ്ശൂർക്ക് നടത്തിയിട്ടുണ്ട്. ലീഡറെന്ന് ഞാൻ മറക്കില്ല, ശ്രീമതി ഇന്ദിരാഗാന്ധിയെ ഞാൻ മറക്കില്ല. കേരളത്തിന് നൽകിയിട്ടുള്ള ഒരുപാട് സൗഭാഗ്യങ്ങളുണ്ട്. അതൊന്നും ഒരു കാലത്തും തള്ളിപ്പറയുകയുമില്ല. പക്ഷെ അതിനുശേഷം ക്രൂസിലേറ്റപ്പെട്ട തൃശ്ശൂരിന് 2024 ജൂൺ 4-ന് ഉയർപ്പാണ് സംഭവിക്കാൻ പോകുന്നത്. ഇനി നാട്ടിൽ നടന്നത്.
പ്രത്യാശയുടെ സന്ദേശം പകർന്ന ക്രൈസ്തവ വിശ്വാസികൾക്ക് ഇന്ന് ഈസ്റ്റർ ആഘോഷം. പീഡാനുഭവങ്ങൾക്കും കുരിശുമരണത്തിനും ശേഷം യേശു ഉയർത്തെഴുന്നേറ്റതിൻ്റെ ഓർമ്മ പുതുക്കി ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. ഇന്നലെ വൈകുന്നേരം തുടങ്ങിയ പ്രാർത്ഥനകളും ശുശ്രൂഷകളും നേരം പുലരും വരെ തുടർന്നു. ശുശ്രൂഷകളിലും വിശുദ്ധ കുർബാനകളിലും നിരവധി വിശ്വാസികളാണ് പങ്കെടുത്തത്. മൗണ്ട് കാർമൽ ചർച്ച് കാര ഇടവക ഈസ്റ്റർ ദിനത്തിൽ ഉയിർപ്പിൻ്റെ ദൃശ്യാവിഷ്കാരം അവതരിപ്പിച്ചു. ഇടവകയിലെ യൂത്ത് അംഗങ്ങളാണ് ദൃശ്യാവിഷ്കാരം ഒരുക്കിയത്. തുടർന്ന് ഫാദർ ജോഷി കല്ലറക്കലിൻ്റെ കാർമ്മികത്വത്തിൽ ദിവ്യബലി അർപ്പിച്ചു. സഹവികാരി വിപിൻ മുതലപ്പറമ്പിൽ സഹകാർമ്മികനായിരുന്നു. 2000-ഓളം വിശ്വാസികൾ പങ്കെടുത്ത ദിവ്യബലിയിൽ വികാരി എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ നേർന്നു. സരിത കൈതോലയുടെ കവിതാ സമാഹാരം കടലാസുപൂവിൻ്റെ പ്രകാശനം സംവിധായകൻ പ്രിയനന്ദനൻ നിർവഹിച്ചു. സരിതനോട് 2 ദിവസം മുമ്പ് പറഞ്ഞു പുസ്തകം തരട്ടെ എന്ന്. എനിക്ക് അങ്ങനെയൊന്നും പെട്ടെന്ന് വായിച്ചാൽ മനസ്സിലാവില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഈ സാഹിത്യകൃതികളാണെങ്കിലും കവിതയാണെങ്കിലും കഥയാണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഇങ്ങനെ ഒറ്റയടിക്കൊന്നും അതിന് ഉൾക്കൊള്ളാനൊന്നും സാധ്യമാകുമെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. അത് വായിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു എഴുത്തുകാരെ അല്ലെങ്കിൽ എഴുത്തുകാരിയൊക്കെ എഴുതിയതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് കണ്ടെത്താൻ പറ്റുമ്പോഴാണ് അതിൻ്റെ ഒരു ആസ്വാദന ബോധം നമ്മൾക്ക് കൈവരിക്കാൻ പറ്റുള്ളൂ എന്നാണ്. പിന്നെ എല്ലാ തരത്തിലും എഴുതാൻ കഴിയുക എന്ന് പറയുന്നത് തന്നെയാണ്. എത്ര കാലം നമ്മുടെ ഉള്ളിൽ നിൽക്കാൻ പറ്റുന്നു എന്നുള്ള അർത്ഥത്തിൽ എൻ്റെ ശ്രദ്ധ വേണ്ടത് ഒരു എഴുത്തുകാർക്ക് തന്നെയാണ്, വായനക്കാർക്കും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. നമ്മളെല്ലാ കാലത്തും എല്ലാത്തിനും സ്വീകരിച്ച് വയ്ക്കാറില്ല. അപ്പോൾ നല്ലതിന് ചിലപ്പോൾ 2 വരി മാത്രമായിരിക്കും, ഒരു കവിതയിൽ നിന്ന് ചിലപ്പോൾ 2 വരികളായിരിക്കും. ആ 2 വരി മതിയായിരിക്കും ചിലപ്പോൾ മറ്റൊരു കലാസൃഷ്ടിക്ക് നമുക്ക് പ്രേരിതമാകാൻ, നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാനും. സന്തോഷ് മടപ്പള്ളി അധ്യക്ഷത വഹിച്ചു. അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ്, രമേശ് കരിന്തലക്കൂട്ടം, TK സതീശൻ, CK ഷിജു, ജോസ് മാനാടൻ, സരിത കൈതോല തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ സംയുക്ത ഇടതുപക്ഷ ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കുടുംബസംഗമം AITUC ജില്ലാ പ്രസിഡന്റ് TK സുധീഷ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ ജനാധിപത്യം നരേന്ദ്രമോദി ഭരണകാലത്ത് കശാപ്പ് ചെയ്യപ്പെടുകയാണ്. അഴിമതി മാത്രമാണ് BJPയുടെ അജണ്ട എന്നും TK സുധീഷ് പറഞ്ഞു. പണിക്കേഴ്സ് ഹാളിൽ നടന്ന കൺവെൻഷനിൽ KA വർഗീസ് അധ്യക്ഷനായി. മുസ്താഖ് അലി, PP സുഭാഷ്, CA അഷ്റഫ്, OC ജോസഫ്, MK പ്രതാപൻ, EG ഷീബ എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ മീനഭരണി മഹോത്സവത്തിനോടനുബന്ധിച്ച് അന്നദാന യജ്ഞത്തിൻ്റെ പന്തൽ നാട്ടുകർമ്മം രവീന്ദ്രനാഥൻ അടികൾ നിർവഹിച്ചു. കാൽനാട്ട് ചടങ്ങിൽ ഉപദേശക സമിതി ഭാരവാഹികളായ A വിജയൻ, KV മുരളീധരൻ, പ്രൊഫസർ നാരായണൻകുട്ടി മേനോൻ, മേജർ ജനറൽ വിവേകാനന്ദൻ, ദേവസ്വം മാനേജർ വിനോദ് കുമാർ എന്നിവർ പങ്കെടുത്തു. ഏപ്രിൽ 7 മുതൽ 9 വരെയാണ് തെക്കേ നടയിൽ പ്രത്യേകം തയ്യാറാക്കുന്ന വേദിയിൽ അന്നദാനം നടത്തുന്നത്. ആളൂർ പെരുന്നകുന്ന് അന്നപൂർണേശ്വരി ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ഭക്തിസാന്ദ്രമായി. ഉച്ചതിരിഞ്ഞ് ഗജവീരൻ്റെ അകമ്പടിയോടെ കാഴ്ചശീവേലി അരങ്ങേറി. മേളത്തിന് ദയാനന്ദൻ SN പുരം നേതൃത്വം നൽകി. വൈകിട്ട് വടക്കുംഭാഗം താലി സമാജത്തിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച താലിവരവ് വർണ്ണാഭമായി. ശങ്കാരിമേളം, നാസിക് ഡോൾ, സാംബവ നൃത്തം, തെയ്യം എന്നിവയുടെ അകമ്പടിയോടെ താലി ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേർന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. പെരിഞ്ഞനം ബീച്ചിൽ കടലേറ്റം രൂക്ഷം. വെള്ളവും മണ്ണും അടിച്ചുകയറി മത്സ്യബന്ധന വല നശിച്ചു. കുന്നംകുളം കേച്ചേരി പറപ്പൂക്കാവ് പൂരം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന പാപ്പാന്മാർ തമ്മിൽ സംഘർഷത്തിൽ ഒരു പാപ്പാന് ഗുരുതരമായി പരിക്കേറ്റു. നിർമ്മാണം പൂർത്തിയാകും മുമ്പേ വടക്കാഞ്ചേരി മണ്ണൂത്തി 6 വരിപ്പാതയിൽ വീണ്ടും ടോൾ നിരക്ക് ഉയർത്തുന്നു. തിങ്കളാഴ്ച മുതലാണ് പുതിയ നിരക്കുകൾ നിലവിൽ വരുന്നത്. ന്യൂസ് റൗണ്ടപ്പ് പൂർണ്ണമാകുന്നു. നമസ്കാരം.